ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വരുന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ട്, എൽ ഡി ടൈപ്പിസ്റ്റ് മാത്രമല്ല എൽ ഡി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ലാബ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി 6 ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 7ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സാധാരണ പലിശയും കൂട്ടുപലിശയുമായിട്ടുള്ള ആ ഒരു പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 8,000 at 8% per annum? 8% നിരക്കിൽ 8,000 രൂപയ്ക്ക് ഒരു വർഷത്തെ സാധാരണ പലിശയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അറിയണ്ടേ? അപ്പോൾ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സാധാരണ പലിശ. ഇപ്പോൾ ടീച്ചർ ഒരു 1000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ട്? n=1 year, ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുകയാണ്. എനിക്ക് ബാങ്ക് തന്നേക്കുന്ന പലിശ എന്ന് പറയുന്നത് 10% വാർഷിക പലിശയാണ്. ഓക്കെ, അതായത് ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ഞാൻ നിക്ഷേപിച്ച ഈ ഒരു തുകയില്ലേ, ഇത് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ് പറയുന്നത്, നിക്ഷേപിച്ച തുക. അപ്പോൾ അതിൻ്റെ 10% എനിക്ക് എന്തായിട്ട് കിട്ടും? പലിശയായിട്ട് കിട്ടും. എന്തായിട്ട് കിട്ടും? പലിശയായിട്ട് കിട്ടും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ഈ 1000ൻ്റെ 10%, 10/100, അതല്ലേ 10% എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എത്ര കിട്ടും? 1000ൻ്റെ 10% എത്രയാ? 10% കണ്ടുപിടിക്കാനായിട്ട് ഈ എൻ്റെ നിന്ന് ഒരു 0 അങ്ങ് കട്ട് ചെയ്താൽ മതി. എത്ര കിട്ടും? 100 രൂപ. അപ്പോൾ എനിക്ക് വർഷാവസാനം എനിക്ക് എത്ര കിട്ടും? 1100 രൂപ കിട്ടും. 1100 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ നിക്ഷേപിച്ച 1000 രൂപയും പ്ലസ് എന്തായിരിക്കും എനിക്ക് കിട്ടിയ പലിശയായിട്ടുള്ള 100 രൂപയും, അതായത് നിക്ഷേപിച്ച പ്രിൻസിപ്പൽ എമൗണ്ടും എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ 1000 രൂപയും കൂടെ ചേർത്തിട്ടായിരിക്കും വർഷാന്ത്യം എനിക്ക് എന്ത് കിട്ടുക? എമൗണ്ട് കിട്ടുക 1100. ഓക്കെ, മനസ്സിലായി. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ വർഷമാണെന്നുണ്ടെങ്കിലോ, ടീച്ചർ 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചേക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത വർഷം സെക്കൻഡ് ഇയർ എൻഡിലും എനിക്ക് എത്ര തന്നെ കിട്ടും? ഈ 1000ൻ്റെ 10% ആയിരിക്കും പലിശയായിട്ട് വരുന്നത്. അപ്പോൾ ഈ 1000ൻ്റെ 10% പലിശ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 100 രൂപ കൂടെ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000ൻ്റെ കൂടെ വീണ്ടും ഒരു 100 രൂപ കൂടെ കിട്ടും. അപ്പോൾ എത്രയായി? 2ാമത്തെ വർഷത്തിൻ്റെ അന്ത്യം എനിക്ക് കിട്ടുന്നത്, 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം എനിക്ക് കിട്ടുന്നത് 1100 ആയിരുന്നു ആദ്യത്തെ വർഷം എനിക്ക് കിട്ടിയത് അല്ലേ? പ്ലസ് അതിൻ്റെ കൂടെ പലിശയായിട്ടുള്ള 100 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 1200 രൂപ. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. മനസ്സിലായോ? അതായത് ഫിക്സഡ് ആണ്. ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള പലിശ എന്ന് പറയുന്നത്, പലിശ നിരക്കെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും. അത് വർഷത്തിൻ്റെ എൻഡിൽ നമുക്ക് നമ്മൾ എത്ര തുകയാണോ നിക്ഷേപിച്ചത്, ആ നിക്ഷേപിച്ച തുകയുടെ പലിശ എന്ന് പറയുന്നത്, എത്ര ശതമാനമാണോ പലിശ കൊടുത്തിരിക്കുന്നത്, ആ പലിശ നിരക്കെന്ന് പറയുന്നത്, ആ പലിശ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായിരിക്കും നമുക്ക് എമൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, വാട്ട് ഈസ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ₹8,000 at 8% per annum? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 8% പലിശ നിരക്കിൽ 8,000 രൂപയ്ക്ക് ഒരു വർഷത്തെ സാധാരണ പലിശ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എപ്പോഴും ഈ നമ്മൾ നിക്ഷേപിച്ച തുകയുണ്ടല്ലോ, അത് നമ്മൾ 100 യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ടീച്ചർ ഷോർട്ട് കട്ട് വഴിയാണ് പഠിപ്പിച്ചു തരുന്നത്. ഫോമുലയൊന്നും നമുക്ക് ആവശ്യമില്ല. ഫോമുല വെച്ച് പഠിപ്പിച്ച് തരുന്നില്ല. ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 100 യൂണിറ്റ് ആയിരിക്കും നമ്മൾ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ്? 8,000 രൂപ. ഈ 100ൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പലിശ ഇപ്പോൾ 10% പലിശ കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രയാവും? 110 ആകും. അങ്ങനെ മനസ്സിലായോ? അപ്പോൾ 100 യൂണിറ്റ് എന്ന് പറയുന്നത് 8,000 ആണെന്നുണ്ടെങ്കിൽ 8% പലിശയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ സാധാരണ പലിശ നമുക്ക് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 8% എത്ര വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക് ആണല്ലോ. അത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി, വളരെ എളുപ്പമാണ്. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ എങ്ങോട്ട് ക്രോസ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. 8 × 1 8 ആണല്ലോ. 8 × 8,000
ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 8 ഇൻറ്റു 8000 ഡിവൈഡഡ് ബൈ 100. 2 പൂജ്യം നമുക്ക് വെട്ടിക്കളയാൻ, ബാക്കി എത്ര കിട്ടി? 8 ഇൻറ്റു 8 64. ആൾറെഡി ഒരു 0 ഉണ്ട്, ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 640 രൂപയാണ് നമ്മുടെ എന്ത് സാധാരണ പലിശ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? അതായത് കുട്ടികളെ 100 യൂണിറ്റ് എപ്പോഴും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കുക. ദെൻ 6 ഇൻറ്റു n എന്ന് പറയുന്നതാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. ആണോ? ഓക്കെ, ഇത്രയും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,000 അറ്റ് 3% പെർ ആനം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,000 അറ്റ് 3% പെർ ആനം, അതായത് 3% നിരക്കിൽ 5000 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള, എത്ര വർഷത്തേക്കുള്ള? ഒരു വർഷത്തേക്കുള്ള സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, നമുക്കിവിടെ ഇപ്പോൾ നമുക്കറിയാം 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിക്ഷേപിച്ച തുക 5000 രൂപ ആണല്ലോ. ഇനി 3% ആണല്ലേ? എത്ര വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക്. എത്രയാണ്? നമുക്ക് അറിയത്തില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു 1 3 ആണല്ലേ? 3 ഇൻറ്റു 5000 ഡിവൈഡഡ് ബൈ 100 ആണേ. 0 ക്യാൻസൽ ചെയ്യാം, ബാക്കി എത്ര കിട്ടി? 5 3 15. ഇവിടെ ആൾറെഡി ഒരു 0 ഉണ്ട്. 150 രൂപയാണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹100 ഫോർ 1 മന്ത് ഈസ് ₹4. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് എല്ലാതും വാർഷികം, ഒരു വർഷത്തേക്കുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 4 രൂപയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 100 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 4 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള, അതായത് മുതൽ ആയിട്ടുള്ള എന്ത്? 100 രൂപയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ല, 6 കൊടുക്കുകയാണ് ടീച്ചർ. ഇനി 6 ഇൻറ്റു n ആണ് എന്ത്? നമുക്കറിയാം 6 ഇൻറ്റു n ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണേ. 6 ഇൻറ്റു n ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് n അറിയാവോ? അറിയത്തില്ലേ? ഫോർ 1 മന്ത് ആണ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം 12 മാസം എന്ന് പറയുന്നതാണ് ഒരു വർഷം അല്ലേ? ഒരു വർഷം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം 1 മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വർഷമായിരിക്കും? 1/12 ആയിരിക്കും ആണല്ലോ. 1/12. അപ്പോൾ 6 ഇൻറ്റു 1/12 ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 4 രൂപ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്രോസ് ചെയ്താൽ മതി. 6 ഇൻറ്റു 1/12 ഇൻറ്റു ഈ 100, ഇത് ഇൻറ്റു 100 ഈക്വൽ ടു 100 ഇൻറ്റു 4. ഓക്കെ, ഈ 100 ഈ 100 നമുക്ക് വെട്ടിക്കളയാം ആണല്ലോ. ബാക്കി 6 ഈക്വൽ ടു, ഇവിടെ ഡിവൈഡഡ് ബൈ 12 ആണ്, അത് ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 12 ആവും. അപ്പോൾ എന്താ? അവിടെ ആൾറെഡി 4 ഉണ്ട്. ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇൻറ്റു 12 ആകും. 4 ഇൻറ്റു 12 എത്രയാ? 36 അല്ല, 4 ഇൻറ്റു 12 എത്രയാ? 48. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ? 48%. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കേ. The simple interest on a certain sum deposited at 8% interest per annum for 3 years is ₹576. The sum deposited is. ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. 3 വർഷത്തിന് ശേഷം 576 രൂപ പലിശ ലഭിച്ചാൽ നിക്ഷേപിച്ച തുക എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത തുക 8% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. 3 വർഷത്തിന് ശേഷം 576 രൂപ അല്ലേ? 576 രൂപ എന്തായിട്ട് കിട്ടുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ നിക്ഷേപിച്ച തുകയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? 100 യൂണിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ നിക്ഷേപിച്ച തുക അല്ലേ? ടീച്ചർ അത് പി ആയിട്ട് എടുക്കുവാണേ. ഇനി 8% പലിശ നിരക്കാണ്. എത്ര വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്? 3 വർഷത്തേക്ക്. അപ്പോൾ എത്ര തന്നിട്ടുണ്ട്? 576 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിക്ഷേപിച്ച തുകയായിട്ടുള്ള പി അല്ലേ ചോദിച്ചേക്കുന്നത്. സോ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 100 ഇൻറ്റു 576 ചെയ്യുക, ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 3 എത്ര കുട്ടികളെ?
8 3 24 ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുവേ. ടീച്ചർ 24 തന്നെ വെട്ടുവാണ്, കാരണം 576 എന്ന് പറയുന്നത് 24ൻ്റെ ഗുണിതമാണ് കേട്ടോ, 24ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 24 ഒരു തവണ, 57 ഇവിടെ കിടപ്പുണ്ട്. ഈ 57 2 തവണ നമുക്ക് എടുക്കാം. 24 2 തവണ 48 ആണ്. ബാക്കി വരുന്നത് ഇവിടെ 57 അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 48. 57 മൈനസ് 48 ചെയ്യുമ്പോൾ എത്രയാ? 9 അല്ലേ? 9. സോ 96 വരുന്നത് അല്ലേ? ആ ശിഷ്ടവും ഈ 6 കൂടെ ചേരുമ്പോൾ 96. 96 എന്ന് പറയുമ്പോഴത്തേക്ക് 4 തവണയാണ് 24. നിങ്ങൾ നോക്കിയാൽ മതി, ലാസ്റ്റ് 6 അല്ലേ? ലാസ്റ്റ് ഈ യൂണിറ്റ് ഡിജിറ്റിലെ സംഖ്യ 6 ആണ്. അപ്പോൾ 24 ഇൻറ്റു 4 ഇൻറ്റു 4 16 നമുക്ക് അറിയാമല്ലേ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 24 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96 കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരും? 24. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 2400. 24 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2400 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആൻ എമൗണ്ട് വിൽ ബി ഡബിൾഡ് ഇൻ 10 years? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 10 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 10 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഒരു തുക ഇരട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു തുക ഇരട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 100/n ചെയ്താൽ മതിയാവും. വേറെ ഒന്നും വേണ്ട, നമ്പർ ഓഫ് ഇയേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ 100/n ചെയ്താൽ മതി. ഇനി 3 ടൈംസ് ആവുകയാണ്, 3 ടൈംസ് ഒരു തുക 3 മടങ്ങ് ആവുകയാണെന്നുണ്ടെങ്കിൽ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 200/n ചെയ്താൽ മതി. ഇനി 4 ടൈംസ് ആണെങ്കിൽ 6 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 300/n ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ r = 100/n ആണെങ്കിൽ നമുക്ക് അവിടുന്ന് n = 100/6 ചെയ്തൂടെ? ചെയ്യാലോ. അതുപോലെ തന്നെ r = 200/n ആണെങ്കിൽ n = എന്താ? 200/r ആണ്. അതുപോലെ r = 300/n ആണെങ്കിൽ then n = 300/r എക്സെട്ര. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചിരുന്നാൽ മതിയാവും. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 10 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്ര എന്നാണ്. അതായത് അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം ആൻ എമൗണ്ട് വിൽ ബി ഡബിൾഡ്. ഇരട്ടിയാകാൻ 10 വർഷം കൊണ്ട് ഇരട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പോൾ ഒന്നുമില്ല കുട്ടികളെ, പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇരട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇരട്ടി ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഫോർമുല? 100/, ഇരട്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 100/n ആണ്. 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 200/n ആണ് കേട്ടോ. അപ്പോൾ 3 ടൈംസ് പറയുമ്പോൾ ഇവിടെ 300 അല്ല 200 ആണ്. അപ്പോൾ 3 ഒന്ന് കുറച്ച് വേണം ഇവിടെ എഴുതാനേ. 3 ടൈംസ് എന്ന് പറയുമ്പോൾ 200 ആണ്. അപ്പോൾ ഇവിടെ 100/n ആണ് വരുന്നത് അല്ലേ? ഇപ്പോൾ 100/n, ഇവിടെ 100/n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് 10 ആണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 10. അപ്പോൾ 10% നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In how many years will a sum of money triple? Triple means 3 ഇരട്ടി ആകുന്നു. Triple itself, the rate of interest being 10%. അതായത് 10% സാധാരണ പലിശയ്ക്ക് ഒരു തുക 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ 3 ഇരട്ടിയാകണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം? n = എന്താണ്? n = 200/r ആണ് ഫോർമുല. സോ 200/ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നേക്കുന്ന? 10. അപ്പോൾ എത്ര കിട്ടി? 0 ക്യാൻസൽ ചെയ്യാം, ബാക്കി 20. അപ്പോൾ 20 വർഷം, 20 years ആണ് കേട്ടോ. അതായത് ഒരു 10% സാധാരണ പലിശയ്ക്ക് ഒരു തുക 3 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 20 വർഷം വേണം. അടുത്ത ദിവസം നോക്കിക്കേ. If a sum of money at simple interest double itself in 6 years, it will become 4 times in. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതായത് സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ 6 വർഷം എടുത്താൽ 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ 6 വർഷം എടുത്താൽ 4 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ, m മടങ്ങാകാൻ, ഇവിടെ ശ്രദ്ധിച്ചേ, m ടൈംസ് ആകാൻ, അതായത് m ടൈംസ് ഒരു തുക m ടൈംസ് ആകാനായിട്ട് t വർഷം എടുക്കാമെന്ന് വിചാരിക്കുക. m ടൈംസ് ആകാനായിട്ട് t വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ n ടൈംസ് ആകാനായിട്ട്
n മൈനസ് 1 ഡിവൈഡഡ് ബൈ m മൈനസ് 1 ഇൻറ്റു ടി വർഷം ആയിരിക്കും എടുക്കുക. ഓക്കെ, പഠിച്ചു വെച്ചാൽ മതിയേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. m ടൈംസ് ടി വർഷം കൊണ്ടാകുന്നുണ്ട്, n ടൈംസ് ആകാനായിട്ട് n മൈനസ് 1 ബൈ m മൈനസ് 1 ഇൻറ്റു ടി വർഷമാണ് ആവുക കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകാൻ 6 വർഷം എടുക്കുന്നു. 6 വർഷം എടുക്കുന്നു അല്ലേ. അപ്പോൾ എത്രയാകാനാണ്? 2 ടൈംസ് ആകാൻ, ഇരട്ടിയാകാൻ 6 വർഷം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് ആകാൻ 4 ടൈംസ് ആകാനായിട്ട് എത്ര വർഷം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് എന്ത് ചെയ്യണം? 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇൻറ്റു 6 ചെയ്താൽ മതി. 4 മൈനസ് 1 എന്താ? 3. 2 മൈനസ് 1 1 ഇൻറ്റു 6. 3 ഇൻറ്റു 6 എത്ര കുട്ടികളെ? 18. എത്ര വർഷം എടുക്കും? 18 വർഷം എടുക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാണ്. വളരെ എളുപ്പമുള്ള പോർഷൻസ് ആണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. Find the compound interest on rupees 2000 for 2 years at 15% per annum compounded annually. 2000 രൂപയ്ക്ക് 15% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ടീച്ചർ നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുകയാണെ. 1000 രൂപ ബാങ്കിൽ ഇട്ടു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% പെർ ആനം, അതായത് ആനുവലി ഒരു വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് വിചാരിക്കും. ഓക്കെ, 10% ആണ്. ആൻഡ് ഒരു വർഷത്തേക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇപ്പോൾ 1000 അല്ലേ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ 10% പലിശ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? ഇതിന് ഈ എൻഡ് ചെയ്യുന്ന റൈറ്റ് എൻഡ് ചെയ്യുന്ന ഒരു 0 അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 10%. 1000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. അപ്പോൾ നമുക്ക് വർഷാവസാനം എനിക്ക് എത്രയാണ് എമൗണ്ട് കിട്ടുക? 1100. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000ഉം പിന്നെ പലിശയായിട്ടുള്ള 100ഉം കൂടെ ചേർത്ത് 1100. ഇനി രണ്ടാമത്തെ വർഷം ഞാനിപ്പോൾ n=2 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം പലിശ കണക്കാക്കുന്നത് ഈ 1000ത്തിന് ആയിരിക്കത്തില്ല, പകരം ഏതിനായിരിക്കും? 1100-നായിരിക്കും പലിശ കണക്കാക്കുക. മനസ്സിലായോ? അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 1000ൽ നിന്ന് എന്തായിട്ട് മാറി? 1100 മാറി. അപ്പോൾ രണ്ടാമത്തെ വർഷം ഇതിൻ്റെ 10% ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനൊരു റൈറ്റ് എൻഡിൽ നിന്ന് ഒരു 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 110 അല്ലേ? 110. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 1100ൻ്റെ കൂടെ ഒരു 110 കൂടെ ആഡ് ചെയ്ത് എനിക്ക് എത്രയായിരിക്കും കിട്ടുക? 1210 ആയിരിക്കും. 1210 ആയിരിക്കും എനിക്ക് എമൗണ്ട് ആയിട്ട് രണ്ടാമത്തെ വർഷം കിട്ടുക. അപ്പോൾ മൂന്നാമത്തെ വർഷം ആകുമ്പോൾ വീണ്ടും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിട്ട് കിടക്കും? 1210 ആയിരിക്കും എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. വീണ്ടും ഇതിൻ്റെ 10% പലിശ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ മൂന്നാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ എനിക്ക് എത്ര കിട്ടും? 1210ൻ്റെ കൂടെ ഇതിൻ്റെ 10% 121 കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും എനിക്ക് എന്ത് കിട്ടുക? എമൗണ്ട് കിട്ടുക. ഇതാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്, പലിശയുടെ പലിശ എന്ന് പറയുന്നത്. മനസ്സിലായോ? കൂട്ടുപലിശ ഓരോ ഇയർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുതലിൻ്റെ കൂടെ ആ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്ത് പുതിയ മുതൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ പലിശ എടുക്കുന്നു. അത് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും മുതലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പലിശ കണ്ടുപിടിക്കുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കൂട്ടുപലിശ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഫോർമുലയുണ്ട്. ഞാൻ ഫോർമുലയൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഫോർമുല അല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്കൊരു ട്രയാങ്കിൾ മെത്തേഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഒരു വർഷത്തേക്കാണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എടുക്കാം. അടുത്ത രണ്ടാമത്തെ വർഷത്തെ പലിശ കണ്ടുപിടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 1 എടുത്ത് ഇവിടെ എഴുതുക. 1 + 1 എത്രയാ? 2 ആണേ. ഈ 1 എടുത്ത് ഇവിടെ എഴുതാം. ഓക്കെ, എഗെയിൻ ഈ 1 ഇവിടെ എഴുതി. 1 + 2 എഴുതുക 3. 2 + 1 എഴുതുക. 2 + 1 എത്രയാ? 3. എഗെയിൻ 1 എഴുതുക. എഗെയിൻ വീണ്ടും 1 എഴുതി. 3 + 1 4 എഴുതി. 3 + 3 6 എഴുതി. 3 + 1
4 എഴുതി 1 എഴുതി. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു റോ ആണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിലുള്ള പലിശ കണ്ടുപിടിക്കാനായിട്ട് 1 to 1 ഉം തേർഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 1 3 3 1 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യത്തെ 3 റോ നോക്കിയാൽ മതി. അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് PSC എക്സാംസിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ ഉള്ള നമ്പേഴ്സ് മാത്രം പഠിച്ചു വെക്കുക. വളരെ എളുപ്പമാണ്. 1 1 ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 1 ആ 1 ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ 1 1 തന്നെ നമ്മൾ 1 ഇട്ട് കൊടുക്കുക, ഇവിടെയും 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 1 1 നമ്മൾ കൂട്ടി ഇവിടെ എഴുതുക. വീണ്ടും എൻഡിൽ 1 ഇട്ട് കൊടുക്കുക, 2 + 1 ആഡ് ചെയ്യുക, 3 ഇവിടെ എഴുതുക. ഈ 2 + 1 ആഡ് ചെയ്യുക, ഇവിടെ എഴുതുക. ദെൻ ഈ 1 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ₹2000 for 2 years at 15% per annum compounded annually എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട 2 വർഷത്തേക്കാണല്ലേ. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിനകത്ത് സെക്കൻഡ് റോ ആയിട്ടുള്ള 1 2 1 ആണ് എടുക്കേണ്ടത്. 1 2 1. എന്നിട്ട് ഈ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, ഇതിൻ്റെ താഴെ ആ 2000 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 2000 എഴുതുന്നു. സെക്കൻഡ് കോളത്തിൽ ഈ 2000-ൻ്റെ 15% നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 2000 × 15 by 100. 0 0 ഇവിടെ 0 0 കട്ട് ചെയ്തു. ബാക്കി എത്ര കിട്ടി? 20 × 15. 15 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 30 പ്ലസ് 30. അവിടെ എക്സ്ട്രാ ഒരു 0 കൂടെ ഉണ്ടപ്പോൾ ആൻസർ 300 വരുന്നത്. എത്രയായിട്ട്? 300. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 300-ൻ്റെ 15% കണ്ടുപിടിക്കുകയാണ്. 300 / 15 by 100. 0 0 0 0 ക്യാൻസൽ ചെയ്തു. 15 × 3 എന്ന് പറയുന്നത് എത്രയാ? 45 ആണല്ലേ. ഓക്കെ, ഒരു 15 15 2 15 30 3 15 എന്ന് പറഞ്ഞാൽ 45. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫസ്റ്റ് കോളത്തിലുള്ള ഈ എലമെൻറ്റ്സ് ഇല്ലേ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതുക. 1 × 2000 ചെയ്യുക, എന്നിട്ട് ഇവിടെ 2000 എഴുതുക. അടുത്ത് 2 × 300 ചെയ്യുക, എന്നിട്ട് ഇവിടെ എഴുതുക. എത്ര കിട്ടി? 600 ആണല്ലോ. നെക്സ്റ്റ് 1 × 45 ചെയ്യുക. 1 × 45 ചെയ്യുക, താഴെ എഴുതുക. എത്ര കിട്ടി? 45 കിട്ടി. ഇതാണ് എൻ്റെ എന്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണല്ലോ. ഇനി ഇതെന്ന് പറയുന്നത് 600 + 45, അതായത് 600 + 45 എന്ന് പറയുന്നതാണ് എൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? 600 + 45 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് കോളത്തിൽ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും എപ്പോഴും. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചാലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് ചോദിച്ചാലും നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയറിലൂടെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി 2 വർഷം കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എമൗണ്ട് 2000 + 600 + 45 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2645 രൂപ. ഇത് അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2 വർഷത്തിന് ശേഷം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതേ പ്ലസ് 600 + 45 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കൂട്ടുപലിശയാണ്. ലാസ്റ്റ് കോളത്തിലെ ലാസ്റ്റത്തെ എലമെൻറ്റ് 45 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ എക്സാമിന് ഒന്നുകിൽ എമൗണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ CI - SI ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരൊറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The difference between compound interest and simple interest for an amount in 2 years is ₹32. If the rate of interest is 8%, then the amount is. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു തുകയ്ക്ക് 10% നിരക്കിൽ 3 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 32 രൂപയാണെങ്കിൽ തുക എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നിക്ഷേപിച്ച തുക എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 വർഷത്തേക്കാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 2 ഇയേഴ്സിനാണെങ്കിൽ ഫോർമുല ഇതാണ്: P × R/100 ദ ഹോൾ സ്ക്വയർ. വളരെ എളുപ്പമാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ എല്ലാം ചെയ്ത് വന്നിട്ട് നമുക്ക് ഈ ലാസ്റ്റത്തെ കോളത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ്, അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? വ്യത്യാസം നമുക്ക് 32 തന്നിട്ടുണ്ട്. P നമുക്ക് അറിയത്തില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. 8/100 × 8/100 ആണല്ലോ.
ഇനി 32ഉം 8ഉം നമുക്ക് വെട്ടാം. ഒരു 8 4 തവണയാണ് 8ൽ 32 വരുന്നത് ആണല്ലോ. ഈ 4ഉം 8ഉം വീണ്ടും വെട്ടാം. ഒരു 4 4, 2 4ആണ് 8 ആണല്ലോ. പി അല്ലേ വേണ്ടത്. പി ഈക്വൽ ടു ഈ താഴെ കിടക്കുന്ന ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഇൻറ്റു 100 ആകും. 100 ഇൻറ്റു 100. ഇവിടെ മേളിൽ കിടക്കുന്ന 2 എന്ന് പറയുന്നത് താഴെ വരും. ഡിവൈഡഡ് ബൈ 2 ആവും ആണല്ലോ. ഇപ്പോൾ എത്ര കിട്ടി? 10,000 ഡിവൈഡഡ് ബൈ 2. 10,000 പകുതി എത്രയാ? 5,000. 10,000ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 5,000. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹2,500 ഫോർ 2 ഇയേഴ്സ് അറ്റ് 6% പെർ ആനം ഈസ്. 2,500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ആ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. വളരെ എളുപ്പമല്ലേ. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ CI മൈനസ് SI എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 2,500 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6/100 ഇൻറ്റു 6/100. ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. 25ഉം 100. ഒരു 25 25ൽ 25 ഒരു തവണ, 100ൽ 25 എത്ര തവണയാണ്? 100/25 എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ആണല്ലോ. ബാക്കി എത്ര വരും? 6 ഇൻറ്റു 6 36 ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? ഇവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു 4 4 ആണേ. അപ്പോൾ 36/4. ഒരു 4 4, 36ൽ 4 എത്ര തവണയാണ്? 9 തവണ. അപ്പോൾ ഡിഫറൻസ് എത്ര എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി? 9 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് ആയിരിക്കും മാക്സിമം ചോദിക്കുക. അപ്പോൾ അത് നല്ലപോലെ ചെയ്ത് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.